നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ പാനൂർ മുഖേരി വളങ്ങാട് സ്വദേശിനിയും കണ്ണൂർ സർവകലാശാലയിലെ ഗസ്റ്റ് അധ്യാപികയുമായ ആദിത്യ അനിൽകുമാർ ആൺസുഹൃത്തിന്റെ ക്രൂരതയിൽ മനം നൊന്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ അതീവ നിർണായകമായ പുതിയ വിവരങ്ങളും തെളിവുകളും പുറത്തേക്ക്. നാടിനെയാകെ നടുക്കിയ ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയായ ആൺസുഹൃത്ത് മനീക്കര സ്വദേശി ശരണിനെ പാനൂർ പോലീസ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു. ആദിത്യയെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പ്രതി ശരൺ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കേസിൽ പോലീസിന് അതിശക്തമായ ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പൊതുസ്ഥലത്ത് പരസ്യമായി ആദിത്യ ശരൺ അതിക്രൂരമായി കയ്യേറ്റം ചെയ്യുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും കൃത്യമായ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെടുത്തത്. ഈ ദൃശ്യങ്ങൾ കേസിൽ പ്രതിക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി മാറും. ആദിത്യയുടെ സൗഹൃദങ്ങളെ ചൊല്ലി ശരണിനുണ്ടായ കടുത്ത സംശയമാണ് ഈ അതിക്രമത്തിനും ക്രൂരമായ മർദ്ദനത്തിനും കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏകദേശം 10 മാസം മുൻപാണ് വിവാഹ ആലോചനയിലൂടെ ഇരുവരും തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത്. തുടർന്ന് ശരണിന്റെ കുടുംബം ആദിത്യയുടെ വീട്ടിൽ വിവാഹ ആലോചനയുമായി എത്തിയിരുന്നു. എന്നാൽ ശരണിന്റെ സ്വഭാവത്തിലോ പശ്ചാത്തലത്തിലോ ഉള്ള വിയോജിപ്പുകൾ കാരണം ആദിത്യയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇതോടെ വീട്ടുകാർ ഈ വിവാഹ ആലോചന വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ വിവാഹം മുടങ്ങിയിട്ടും വീട്ടുകാർ അറിയാതെ ഇരുവരും തമ്മിൽ സൗഹൃദം തുടർന്നു പോന്നിരുന്നതായി പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ സൗഹൃദത്തെയാണ് പിന്നീട് ശരൺ സംശയത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങളാക്കി മാറ്റിയത്. ജൂൺ 8-ാം തീയതി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചും പിന്നീട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചും ഇയാൾ ആദിത്യയെ ക്രൂരമായി ശാരീരികമായി ഉപദ്രവിക്കുകയുണ്ടായി. എന്നാൽ ശാരീരികമായ മർദ്ദനത്തിന് പുറമെ ആദിത്യ ഇയാൾ മാനസികമായി ജീവിക്കാൻ അനുവദിക്കാത്ത വിധം അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദിത്യയെ വ്യക്തിപരമായി തകർക്കാൻ ലക്ഷ്യമിട്ട് പെൺകുട്ടിയെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള അപവാദ സന്ദേശങ്ങൾ ശരൺ ആദിത്യയുടെ അടുത്ത ബന്ധുക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് നിരന്തരമായി അയച്ചിരുന്നു. ഒരു അധ്യാപിക എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ആദിത്യയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ സൈബർ അധിക്ഷേപവും പൊതുമധ്യത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റതിലൂടെ ഉണ്ടായ കടുത്ത മാനസിക വിഷമവുമാണ് ആ യുവതിയെ ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ജൂൺ 14-നാണ് കടുത്ത മാനസിക സങ്കടങ്ങൾക്കൊടുവിൽ ആദിത്യയെ പാനൂരിലെ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആദിത്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടതോടെ അമ്മ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതി ശരണിനെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം ശരണിന്റെ ഫോണിൽ നിന്നും മറ്റ് ഡിജിറ്റൽ മാർഗങ്ങളിൽ നിന്നും കൂടുതൽ സൈബർ തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാനൂർ പോലീസ് ഇപ്പോൾ. പിതാവ് അനിൽകുമാറും സഹോദരൻ അദ്വൈതും അടങ്ങുന്ന കുടുംബത്തിന് തണലായിരുന്ന ഒരു യുവ അധ്യാപികയുടെ ജീവൻ സംശയരോഗിയായ കാമുകന്റെ പീഡനം മൂലം ഇല്ലാതായതിന്റെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ.